Music. ശക്തിയും ആരോഗ്യം നല്ല കരുത്തും സമ്പത്തും ഉള്ളവർ നിയന്ത്രിക്കപ്പെടും. അതിലൊരു വിഭാഗം അടിച്ചമർത്തപ്പെടും. അത് ലോകത്തുള്ള വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥ നമുക്ക് മാറ്റാൻ പറ്റുമോ? അടിപൊളി. വർഷങ്ങൾക്ക് മുൻപ് ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ തനിക്കുണ്ടായ ദുരനുഭവവും അവർ പങ്കുവച്ചു. And I was asked to travel to Kochi to work with Mammootty. തികച്ചും അപരിചിതമായ സാഹചര്യത്തിൽ ഒറ്റയ്ക്കായ തനിക്ക് ആ രാത്രിയിലുണ്ടായ ദുരനുഭവം ഒരിക്കലും മറക്കില്ലെന്ന് പറഞ്ഞാണ് അന്ന് നടന്ന കാര്യങ്ങൾ നടി പങ്കുവച്ചത്. So I went inside with him. His bedroom was dark, and we went into the balcony, and he was playing with my bangle. അബദ്ധത്തിലല്ല, മനഃപൂർവ്വ. So initially I thought maybe he wants to see my bangles. No, I'm thinking otherwise. അറിവില്ലാത്ത കാലത്ത് അറിവില്ലായ്മ കൊണ്ട് ചില തെറ്റുകൾ ചിലർക്ക് വന്നു പോകും. I felt that I'm not protesting or I'm not doing anything. He started to play with my hair and touching the nape. ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയതാ. എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. മലയാള സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹവുമായി എത്തിയ ആ നടിക്ക് ഒരു സംവിധായകന്റെ പെരുമാറ്റം സമ്മാനിച്ച ഇങ്ങനെയുള്ള ആൾക്കാരെ പൊളിച്ചോളാണ്. ഇവരാണ് സമൂഹത്തിന്റെ വേസ്റ്റ്. ഇവന്മാരാണ് സമൂഹത്തിനെ നശിപ്പിക്കുന്നത്. സ്ത്രീകളോടൊപ്പമാണ്, ഇരയോടൊപ്പമാണ് വേട്ടക്കാരൻ, ഇരയോടൊപ്പമാണ് വേട്ടക്കാരനൊപ്പം അല്ല. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. മുഖാമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നമുക്കൊരു തീരുമാനമെടുത്ത് FIR ഇട്ടാൽ അത് നിലനിൽക്കില്ല. ഇത് നിങ്ങൾക്കും അറിയാം. എന്നിട്ട് നമ്മളെല്ലാവരും തെറ്റുകൾക്ക് അതീതമാണ്. നമ്മൾക്കൊക്കെ നമ്മുടേതായ ഭാഗത്ത് തെറ്റുകളോ കുഴപ്പങ്ങളോ കുറവുകളോ ഉണ്ടാകാം. നിരപരാധിയാണ് എന്ന് വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരാൾ നിരപരാധിയെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് ഘോഷിക്കാൻ പറ്റുമോ? അതേ നമ്മളൊക്കെ മണ്ടന്മാരാ സാർ. ഇന്നലെ നിഷേധിച്ചു. അതേ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ കോടീശ്വരന്മാരെ വാഴ്ത്തുന്ന സർക്കാരും കോടീശ്വരന്മാരും കൂടെ ചേർന്ന് ഇവിടെ ഭരിക്കുകയാണ് ഈ സിനിമാ ഫീൽഡ്. ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ആരുടെയെങ്കിലും പേര് പറയുകയാണെങ്കിൽ നടപടിയെടുക്കാം. അത്തരത്തിൽ ഇപ്പോൾ പേര് പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. സാംസ്കാരിക മന്ത്രി ആദ്യം പറഞ്ഞത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ അടുത്ത് ഇരുന്ന് പറയണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഒരു നടപടി ഒരു സാമർത്ഥ്യത്തിലേക്ക് ആവുകയാണ്. രേഖാമൂലം പരാതിയില്ലാത്ത ഒരു പ്രശ്നത്തിന്മേൽ ഒരു കേസ് എടുത്താൽ നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി പല പ്രാവശ്യം ആവർത്തിച്ചു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? അതിലേതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചൊരു പരാതി ജെനുവിനായി നമ്മുടെ മുമ്പിൽ വന്നാൽ നമുക്ക് നടപടി സ്വീകരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ നാളെ ആവട്ടെ. ശക്തിയും ആരോഗ്യം നല്ല കരുത്തും സമ്പത്തും ഉള്ളവർ നിയന്ത്രിക്കപ്പെടും. അതിലൊരു വിഭാഗം അടിച്ചമർത്തപ്പെടും. അത് ലോകത്തുള്ള വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഒരു തിരിയിട്ട ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്കാം. കലാകാരൻ കൂടിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം മറ്റൊരു മുഖം, അദ്ദേഹം ഒരു നരമ്പ് രോഗിയായിട്ടാണ് ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്റെ വയറ് നിറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്റെ വായിലെ വെള്ളം പറ്റിയതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുക.